ലോവനോ ഇൻ്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 11,500 രൂപയ്ക്ക് ഷെങ്കൻ വിസ ചെയ്യാം ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ 500 റിയാലിന്. അപ്പോൾ എന്താണ് ഈ ഷെങ്കൻ വിസ? ഏതൊക്കെ കൺട്രികളിൽ പോകാം? ഈ വിസ കൊണ്ട് എന്തൊക്കെ ചെയ്യാം? ഈ വിസ കൊണ്ട് ജോലി ചെയ്യാമോ? അല്ല എവിടെ പോയി ജോലി നേടാൻ സാധിക്കുമോ? ഈ 11,500 രൂപയ്ക്ക് നമുക്ക് കംപ്ലീറ്റ്ലി യൂറോപ്പിൽ എത്താൻ സാധിക്കുമോ? ഇതിലെന്തൊക്കെയാണ് കവറാവുന്നത്? അപ്പം ഈ വിസയെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇത്ര നാൾ നമ്മുടെ സപ്പോർട്ടൊക്കെ തന്ന് കൂടെ നിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്താണ് ഷെങ്കൻ വിസ എന്ന് ചോദിച്ചാൽ ഈ കാണുന്നതാണ് ഷെങ്കൻ വിസ. ഇത് യൂറോപ്പിലുള്ള 28ഓളം ഷെങ്കൻ കൺട്രികളിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് ഈ കാണുന്ന ഷെങ്കൻ വിസ. അപ്പോൾ ഇതെങ്ങനെ 11,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാം? അപ്പോൾ ഇത് സത്യമാണോ? ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കമൻറ്റ് ഇട്ടിരുന്നു, 11,500 രൂപയ്ക്കൊന്നും വിസ ചെയ്യാൻ സാധിക്കില്ല, ജോലി ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ ഫേക്കാണ്, തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി നമ്മുടെ ബയോയിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട്. നമ്മൾ നിരവധി നമ്മുടെ സക്സസ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണുക, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആഫ്റ്റർ വിസ മറ്റ് ഓപ്ഷനൊക്കെ നോക്കുന്നവരാണെങ്കിൽ അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്കിത് കാര്യത്തിലേക്ക് വരാം. ഈ കാണുന്ന 28ഓളം യൂറോപ്യൻ രാജ്യങ്ങൾ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന ഈ ഷെങ്കൻ വിസയിടയ്ക്ക് നമുക്ക് ആകെ വരുന്ന, അതായത് ഗവൺമെൻറ് ഫീസ്, അതായത് VFSൻ്റെ അല്ലെങ്കിൽ എംബസിയുടെ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും 6,750 രൂപ മാത്രമാണ്. അതാണ് ഇതിൻ്റെ ആക്ച്വൽ ചിലവ് വരുന്ന പൈസ. ബാക്കിയൊക്കെ ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് കൂട്ടിയും തിരിച്ചൊക്കെ ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ പർപ്പസ്, ഈ കാണുന്ന ഷെങ്കൻ വിസയുടെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിസയല്ല ഇത്. നമുക്ക് 90 ദിവസം വരെ 28 കൺട്രികളിൽ ഏതെങ്കിലും 3 കൺട്രികളിലോ അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ വെച്ച് ആഡ് ചെയ്തിട്ട് തുടർന്ന് നമുക്കൊരു 90 ദിവസം വരെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് ഈ ഷെങ്കൻ വിസ. ഇതിൻ്റെ അകത്ത് പല പർപ്പസ് വരും. നമുക്ക് വിസിറ്റ് പർപ്പസ് ഉണ്ടാവാം, ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് പർപ്പസസ് ഉണ്ടാവാം, അതേപോലെ തന്നെ ഫിലിം ഷൂട്ടിങ്, നമ്മുടെ ബിസിനസ് പർപ്പസസ്, അങ്ങനെ ഇൻഡസ്ട്രിയൽ വിസിറ്റ്, അങ്ങനെ നിരവധി പർപ്പസസ് നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ യൂറോപ്പിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ബെറ്ററാണ്. ഇതിന് നമുക്ക് വരുന്ന എംബസിയുടെ ഫീസ് 6,750 രൂപ. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ 11,500 അല്ലെങ്കിൽ 500 റിയാൽ എന്നുള്ളൊരു കണക്ക് നമ്മളിലേക്ക് എത്തിയതെന്ന് ഞാൻ പറയാം. ഈ ഷെങ്കൻ വിസ നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ അസിസ്റ്റൻസ് ആണ് നമ്മൾ ലോവനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയും അല്ല ലോവനോ മിഡിൽ ഈസ്റ്റ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. നമുക്ക് ഇതിനായിട്ട് ആവശ്യം വരുന്നത് നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 6,750 രൂപയുടെ എംബസി ഫീസും ഡേറ്റ് ബുക്കിങ്ങിന് 2,500 രൂപയും ആണ് ഇതിൻ്റെ ഒരു ചിലവ് വരിക. നിങ്ങൾക്ക് കൺട്രി അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും. ഉദാഹരണം ചെക്ക് റിപ്പബ്ലിക്കിന് 1,400 VFS ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ആകുമ്പോൾ അത് 2,800 വരും. അത് കണക്ക് നമ്മൾ കൺട്രി മാറുന്നതനുസരിച്ചിട്ട് ചെറിയ ചെറിയ ചിലവുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ വിസ എടുക്കാനായിട്ട് നമുക്ക് ഓൾറെഡി നിങ്ങൾ ട്രാവൽ ഹിസ്റ്ററി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഈസിയാണ്. ഇല്ല, നമുക്ക് ഫ്രഷ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ചിലവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമുക്കിതിനായിട്ട് ഏകദേശം എംബസി സബ്മിറ്റ് ചെയ്യാനായിട്ട് ഓരോ കൺട്രിയുടെയും, ഇപ്പോൾ നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ VFSൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഈ വിസയ്ക്ക് ഈ ഒരു ഷെങ്കൻ വിസ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ്, ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കൺട്രിയുടെ ആണെങ്കിലും നമുക്ക് അവിടെ VFSലോ എംബസിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അവിടെ ചെക്ക് ലിസ്റ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ആ ചെക്ക് ലിസ്റ്റിലുള്ള ഡോക്യുമെൻസിൻ്റെ എക്സ്പെൻസാണ് പിന്നീട് നമുക്ക് അങ്ങോട്ട് വരിക. ഉദാഹരണത്തിന് ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ചെക്ക് ലിസ്റ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ ഫോമാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 2 സൈഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ റൂം ബുക്കിംഗ്, നമുക്ക് നമ്മുടെ കറണ്ട് എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നുള്ള NOC, അതുകൂടാതെ തന്നെ നമുക്ക് പിന്നെ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ്, നമ്മുടെ ഐറ്റിനറി പേപ്പർ, നമ്മുടെ കവർ ലെറ്റർ, അങ്ങനെ ഏകദേശം ഒരു 10-15ഓളം ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് എംബസിയിൽ സബ്മിഷന് ആവശ്യമായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ചിലവുകൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മുടെ 11,500 രൂപ എന്ന് പറയുന്ന ഈ ഒരു പാക്കേജിൻ്റെ അകത്ത് നമ്മൾ ഏകദേശം നിങ്ങൾക്ക് എംബസിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ള 10ഓളം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്ത് തരുന്നത്. നമ്മൾ ഈ ഒരു എമൗണ്ടിൽ ചെറിയൊരു 1,500 രൂപ മാത്രമാണ് നമ്മുടെ ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നത്. ഇതിൽ നമുക്ക് ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് കവർ ആവുന്നുണ്ട്, നിങ്ങളുടെ കവർ ലെറ്റർ കവർ ആവുന്നുണ്ട്, നിങ്ങളുടെ ഐറ്റിനറി പ്ലാൻ പേപ്പർ, ടിക്കറ്റും ഹോട്ടൽ റൂം ബുക്കിങ്ങും അല്ല, നിങ്ങളുടെ ഐറ്റിനറി പ്ലാൻ കവർ ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എംബസിയുടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ VFSൻ്റെ പ്രൊഫൈൽ നമ്മൾ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഈ ഒരു പാക്കേജിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് ആവശ്യമായ ട്രെയിനിങ് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പാസ്വേഡ് ഉൾപ്പെടെ നിങ്ങൾക്ക് കൈമാറുകയാണ്.
അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു 7-8 ഡോക്യുമെൻ്റ് അടങ്ങുന്ന അതിൻ്റെ PDF നമ്മൾ അയച്ചു തരാം. 7-8 ഡോക്യുമെൻ്റ്, ഏകദേശം 10ഓളം ഡോക്യുമെൻറ്റ്സ് അടങ്ങുന്ന ഒരു പാക്കേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ ലഭിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് 2 സൈഡ് ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്ങുമാണ്. അപ്പോൾ പലരും ചിലവിനെ പേടിച്ചിട്ട് ഡമ്മി ടിക്കറ്റുകളാണ് യൂസ് ചെയ്യാറുള്ളത്. അത് 2000 രൂപ, 3000 രൂപ, 4000 രൂപയ്ക്കാണ് അതിന് ചിലവ് വരുന്നത്. തീർച്ചയായിട്ടും അതൊരു തെറ്റായ പ്രവണതയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് PNR അല്ലെങ്കിൽ ബുക്കിംഗ് സ്റ്റാറ്റസ് ഇല്ലാത്ത ഡമ്മി ടിക്കറ്റുകളോ ഹോട്ടൽ റൂം ബുക്കിങ്ങുകളോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിസ അപ്രൂവ് ഉള്ള ചാൻസസ് കുറവാണ്. നമുക്ക് ഈ 11,500 രൂപയ്ക്ക് ശേഷം നിങ്ങൾക്ക് ചിലവ് വരുന്നത് നിങ്ങൾ 2 സൈഡ് ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ഡമ്മി യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ ടിക്കറ്റ് യൂസ് ചെയ്യാം. അതിന് രണ്ടിനും അതിൻ്റേതായ ചിലവിന് വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹോട്ടൽ റൂം ബുക്കിംഗ് ഡമ്മി യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ ഹോട്ടൽ റൂം ബുക്കിങ്ങും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതനുസരിച്ച് അതിൻ്റെ ചിലവിലും അവിടെ വ്യത്യാസം വരും. ഞാൻ പറഞ്ഞത് നമുക്ക് 3000 രൂപയ്ക്കും ഹോട്ടൽ റൂം ബുക്കിംഗ് ചെയ്യാം, 15,000 രൂപയ്ക്കും ചെയ്യാം, 1,00,000 രൂപയ്ക്കും ചെയ്യാം. അത് നമ്മുടെ കയ്യിലെ കപ്പാസിറ്റി അനുസരിച്ചിട്ടിരിക്കും. അപ്പം ചിലവിൻ്റെ വ്യത്യാസം അവിടെയാണ് വരുന്നത്. അടുത്തത് നമുക്കിതിനാവശ്യമായിട്ട് വരുന്ന മറ്റ് കാര്യങ്ങൾ, എംബസിയിൽ പോകുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട ഒരു എംബസിയുടെ ഫീസ് നോൺ റീഫണ്ടബിൾ ആണ്. അത് മാത്രമല്ല ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ പല സ്ഥാപനങ്ങളിൽ നിന്നും ഏജൻസികളിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റേതായ എക്സ്പെൻസ് നിങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 28 കൺട്രി 90 ദിവസം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരു ഷെങ്കൻ വിസ നിങ്ങൾക്ക് ഒരു 20,000 രൂപയ്ക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതല്ല നിങ്ങൾക്ക് 20,000 രൂപയ്ക്കും നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻ ചെയ്യാം, അതല്ല നിങ്ങൾക്ക് 1 ലാഖിനും ഡോക്യുമെൻറ്റേഷൻ ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സാണ്. നമുക്ക് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിസയുടെ ആപ്ലിക്കേഷനായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. വിസയുടെ അപ്രൂവൽ ലഭിക്കുക എന്നുള്ളത് ഫൈനൽ ഡിസിഷൻ എംബസിയുടെ കയ്യിലാണ്. അത് എംബസി അപ്രൂവൽ തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സാധനം ഈ കാണുന്നത് പോലെ നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വരികയുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വിസ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. പലരും ചോദിക്കുന്നുണ്ട്, ഈ വിസയിൽ പോയാൽ ജോലി ചെയ്യാൻ സാധിക്കുമോ, ജോലി നോക്കാൻ പറ്റുമോ? ടു ബി ഹോണസ്റ്റ്, ഈ ഒരു വിസ, ഈ ഷെങ്കൻ വിസ കൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. ഇത് ജോലി ചെയ്യാനുള്ള വിസയല്ല. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല ആവശ്യങ്ങൾക്കായിട്ട് ഉപകരിക്കുന്ന ഒരു വിസ മാത്രമാണിത്. നിങ്ങൾക്ക് ജോബ് അസിസ്റ്റൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോബ്നോ മിഡിൽ ഈസ്റ്റ് ദോഹ ഖത്തർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജോബ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ലിത്വാനിയ പോലുള്ള കൺട്രികളിലൊക്കെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുന്ന ആളുകൾ കാണും. ജോലി നോക്കി ഈ ഒരു വിസ സ്വന്തമാക്കാൻ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻസ് നൽകുന്ന മറ്റു ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് ഡിലേ ആയി പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ വിസ, ഈ ഒരു ഷെങ്കൻ വിസിറ്റ് വിസ അല്ലെങ്കിൽ ഷെങ്കൻ C കാറ്റഗറി വിസ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകളായിട്ട് മുന്നോട്ട് പോകണം. ചിലവ് വരുന്നത് ഏകദേശം ഇതുപോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20,000 രൂപയ്ക്കും തുടങ്ങാം, നിങ്ങൾക്ക് അതൊരു 1,00,000 രൂപയ്ക്കും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ആർക്കും പലരും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് പേയ്മെൻറ്റ് ആഫ്റ്റർ വിസ ഒക്കെ ചെയ്തു തരുമോ എന്ന്. സത്യത്തിൽ ഞങ്ങളിത് ഞങ്ങളുടെ ഓഫീസ് സർവീസ് ചാർജ് വെറും 1,500 രൂപ മാത്രമേ വാങ്ങുന്നുള്ളൂ. ഞങ്ങൾ വേണമെങ്കിൽ 1,500 രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് തരാം, ചെക്ക് ലിസ്റ്റും എടുത്തു തരാം. നിങ്ങൾ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ തന്നെ എംബസിയിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല ഓപ്ഷനാണ്. ഡോക്യുമെൻറ്റ്സ് ഒന്നും ആരും നമുക്ക് ഫ്രീ ആയി ചെയ്ത് തരില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പം പേയ്മെൻറ്റ് ആഫ്റ്റർ വിസ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ജോബിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വിസയ്ക്ക് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് അസിസ്റ്റൻസ് മാത്രമാണ് നമ്മൾ ചെയ്തു തരുന്നത് ഈ 11,500. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷെങ്കൻ വിസ കൊണ്ട് എന്തൊക്കെ ചെയ്യാം, ഇതെടുക്കുന്നത് എങ്ങനെയാണ്, ഇതിന് എത്ര രൂപ ചിലവാകുന്നു, ഇതിൻ്റെയൊക്കെ സംശയങ്ങൾ മാറിക്കാണും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഞാൻ ഇത്തരത്തിൽ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരും. നമ്മുടെ അടുത്ത വീഡിയോ USA വിസയെ പറ്റിയിട്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിലിടുക. ഞാൻ ആ കമൻസിനൊക്കെ റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയൊക്കെയാണ് വിസ ചെയ്യുക, അതിൻ്റെയൊക്കെ സംശയങ്ങൾ തീർക്കുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബയോയിൽ ചെന്നാൽ ദയവായി നമ്മുടെ വാട്സപ്പ് ചാനലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഓഫറുകളും പേയ്മെൻറ്റ് ആഫ്റ്റർ വിസ എല്ലാം അറിയുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും